നമസ്കാരം, ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. Vedic4.com നിങ്ങളുടെ ഓൺലൈൻ ആസ്ട്രോളജി സർവീസാണ്. ജ്യോതിഷപരമായിട്ടുള്ള ഏതൊരു ആവശ്യത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പിലോ വെബ്സൈറ്റിലോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മെയ് മാസത്തെ വ്യാഴമാറ്റ കാലഘട്ടം ഉത്രാടം നക്ഷത്രക്കാർക്ക്, ധനുക്കൂറുകാർക്ക്, ധനുക്കൂറിലെ ഉത്രാടം നക്ഷത്രത്തിലെ ആദ്യ കാൽഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ഈശ്വരാധീനവും ധനധാന്യ സമൃദ്ധിയും അനുഗ്രഹവും തൊഴിൽ മേഖലയിൽ നേട്ടവും വിവാഹ തടസ്സം മാറുകയും വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അനുകൂലമായി മാറുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു സമയ കാലഘട്ടമാണ് മകരക്കൂറിൽ വരുന്ന ഉത്രാടം നക്ഷത്രക്കാർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യാഴൻ അത്ര അനുകൂലനല്ല. ശത്രുതാ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നവരെ നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അവരിൽ നിന്ന് ചില എതിരഭിപ്രായങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. മാനസികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുള്ള സമയ കാലഘട്ടമാണ്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയ കാലഘട്ടമാണ്. ശത്രുക്കളിൽ നിന്നുള്ള എതിർ പ്രവർത്തനങ്ങൾ നമ്മളെ കുറച്ച് ബാധിക്കുന്ന ഒരു സമയ കാലഘട്ടമാണ്. ബിസിനസ് മേഖലകളിൽ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന പരീക്ഷകളോ കോഴ്സുകൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളോ കോളേജുകളോ ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം. അത് നമുക്ക് അനുകൂലമാണെന്നും നമ്മുടെ ബുദ്ധിശക്തികൾക്ക് പൂർണ്ണമായും യോജിച്ചതാണെന്നും ആ പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ആ കോഴ്സ് നമ്മൾ ചേരുന്ന കോഴ്സ് നമുക്ക് ഭാവിയിൽ അതൊരു ഉപജീവന മാർഗം അല്ലെങ്കിൽ ഒരു ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ള സഹായം അതൊക്കെ നൽകുമെന്ന് ഉറപ്പ് വരുന്ന രീതിയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ശ്രമം നടത്താൻ. ബിസിനസ് മേഖലകളിലും എടുത്തു ചാടി പ്രവർത്തിക്കുന്നത്, നമ്മൾ പുതിയ ആശയങ്ങളൊക്കെ നടപ്പാക്കുന്നത്, പല മേഖലകളിലേക്ക് മാറിപ്പോകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് സാവധാനം ആലോചിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ മനസ്സിലാക്കി വേണം നടത്താൻ. സഹോദര ഗുണം കുറയും. സഹോദരങ്ങളിൽ നിന്ന് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിലുള്ള കാശ് അമിതമായി ചിലവായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും നമ്മൾ ഈ ഒരു വ്യാഴമാറ്റ കാലഘട്ടം കഴിയുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം.